കഴിഞ്ഞിടയ്ക്കൊക്കെ നല്ല വാർത്തയായതാണ് ഈ മെട്രോയിലൊക്കെ കൊച്ചി മെട്രോയിലൊക്കെ ട്രാൻസ് വിമണിന് ഇത്ര സംവരണത്തിൽ ജോലി എന്നുള്ള കാര്യങ്ങളെല്ലാം. ഇപ്പോൾ പക്ഷെ പിന്നീട് അതിന് ശേഷം അവരെ പറഞ്ഞു വിടുക അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ അവരുടെ ഒരു അവസ്ഥ എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു നിലവിൽ ആ ഫീൽഡിലുള്ള കുറച്ച് ആളുകളെ അറിയാം. അതിൽ ആദ്യ കാലത്ത് ഭയങ്കര വാർത്തകളും ഭയങ്കര പ്രാധാന്യം കൊച്ചി മെട്രോ ട്രാൻസ്ജെൻഡേഴ്സിന് വേണ്ടി തുടങ്ങിയിരിക്കുന്ന ആ ഒരു അവസ്ഥയിലാണ് അന്ന് തുടങ്ങിയത്. പിന്നീട് നിലവിൽ വളരെ വേതനം വളരെ കുറവും നമുക്ക് സാധാരണ ഒരാൾക്ക് ജീവിക്കുന്ന പോലെ ജീവിച്ചു പോകാൻ വളരെയധികം ബുദ്ധിമുട്ട് നേരിടുന്ന നമുക്ക് അന്ന് 8,000 രൂപയെങ്ങാണ്ട് സാലറി ഉള്ളൂ. പിന്നെ അത് വന്ന് ഇപ്പം കണ്ട് 12-15 ആയിട്ടുണ്ടെന്ന് പറയണു. പക്ഷെ ആ ഒരു നല്ല പണിയുമാണ്, അതുപോലെ ഒരു സ്ഥിരം തൊഴിലല്ല, ടെൻഡർ വ്യവസ്ഥയിലായതുകൊണ്ട് അത് വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇപ്പം അതൊരു സർക്കാരിൻ്റെ കീഴിൽ സ്ഥിരപ്പെടുത്തുന്ന ഒരു ജോലിയാണ് എങ്കിൽ കുറച്ച് ആദ്യകാലങ്ങളിൽ ബുദ്ധിമുട്ടിയാലും പിന്നീട് അങ്ങ് ലൈഫ് ലോങ് സെറ്റ് ആകുമെന്ന് പറയാം. പക്ഷേ ഇത് കുടുംബശ്രീയുടെ കീഴിലായതുകൊണ്ട് നമുക്കതിനകത്ത് ഒരു ബെനിഫിറ്റും ഇല്ല. അതുപോലെ അധികം പണിയാണ്, കമ്മ്യൂണിറ്റിക്ക് പറ്റുന്ന കാലം കൂടുതൽ പണികളാണ്. പിന്നെ അവിടെയുള്ള കുറേ പ്രശ്നങ്ങൾ ആദ്യകാലത്ത് ഒരുപാട് പേര് അനുഭവിച്ച കുറേ കാര്യങ്ങൾ മറ്റുള്ള ആളുകളിൽ നിന്നുള്ള, അതായത് അവിടുത്തെ തന്നെയുള്ള ആളുകളിൽ നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ടതൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ എൻ്റെ അമ്മ അരിഞ്ചുമ്മ എന്ന് പറഞ്ഞ അമ്മയ്ക്ക് ആദ്യം മെട്രോയിലായിരുന്നു. പക്ഷെ അവിടെ തന്നെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രശ്നങ്ങളൊക്കെ കാരണമാണ് അവരെല്ലാവരും ഇറങ്ങിപ്പോകുന്നത്. നിന്ന് പോകാൻ പറ്റുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ സാഹചര്യത്തിൽ നിന്ന് പോകും. നമുക്ക് വേറൊരു തൊഴിലില്ല. അപ്പോൾ ഇതെന്തായാലും എവിടെ ചെന്നാലും നമുക്ക് പറയാം ഞാൻ മെട്രോയിൽ ജീവനക്കാരിയാണ് എന്ന് പറയാം. പക്ഷെ അങ്ങനെ പിടിച്ചു നിൽക്കാൻ മാക്സിമം നോക്കിയപ്പോഴും നമ്മളെ അവിടെ എടുക്കുമെന്നല്ലാതെ നിലനിർത്തണമെന്ന് അവിടെയുള്ള ഒരു ഉദ്യോഗസ്ഥർക്കും താല്പര്യവുമില്ല. പിന്നെ മരിച്ചാലും ഞാൻ ഇവിടുന്ന് പോകില്ല എന്ന് കരുതി നിൽക്കുന്ന 3-4 പേരെ കണ്ട് ഇപ്പോഴും അവിടെ ഉണ്ട്.